ക്രിസ്തേശുവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം, നമ്മൾ ഭാരപ്പെടാതിരിക്കാം. ക്രിസ്തേശു നമ്മൾ അധികമായി സഹായിക്കട്ടെ. ഇപ്പം റീന അലക്സിൻ്റെ വിഷയമാണെങ്കിലും ഫോർ ബദൻ യു ഹാൻ കാണൽ വട്ടി, അതിനി അടുത്ത വോളിയം അല്ലെങ്കിൽ പാർട്ട് 2 ഉണ്ട്. പാർട്ട് 2 അല്ലെങ്കിൽ വോളിയം 2. അതെന്തുകൊണ്ടാണ് ഈ ശബത്ത് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് എവിടെ പറയുന്നുണ്ട്? 8 ഭാഗങ്ങൾ പറയുന്നു. യേശുക്രിസ്തു ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ എന്നുള്ള അർത്ഥത്തിൽ 8 വശം പറയുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൽ തന്നെ ക്രിസ്ത്യേശുവിൻ്റെ ഉയർപ്പിനെ പറ്റി ഗോസ്പൽസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ എന്ന് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വായിക്കുമ്പോഴത്തേക്കും 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിൽ ഒന്നാണെന്ന് തോന്നുന്നു. അത് വായിച്ചു നോക്കുമ്പോഴും മനസ്സിലാക്കാൻ പറ്റും. അതായത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളെന്നുള്ള ഈ കാര്യം, ഈ ഒരു ആസ്പെക്റ്റ് 8 പ്രാവശ്യം ന്യൂ ടെസ്റ്റമെൻറ്റിൽ പുതിയ നിയമത്തിൽ പറയുന്നു. അതുകൊണ്ട് ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളെന്ന് പറഞ്ഞാൽ ഫ്രഷ് ഡേ ആണ്. അപ്പോൾ ക്രിസ്തേശു ഉയർത്തെഴുന്നേറ്റു, നിങ്ങൾക്ക് സമാധാനം. മാത്രമല്ല ക്രിസ്തു എന്ന പേഴ്സണുണ്ട്. അപ്പോൾ ഒരാൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പീസും ഉണ്ട്, ജോയും ഉണ്ടെന്നാണ് അതിൻ്റെ പറഞ്ഞത്. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് ഫിനിഷ്ഡ് വർക്കാണ്, ഉയർത്തെഴുന്നേറ്റത്. അതൊരു റെസിപ്റ്റാണ്. അപ്പോൾ അതിൽ നമുക്ക് വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്താണ്, ഒരു റെസ്റ്റുണ്ട്. അതായത് അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവരുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഐ വിൽ ഗീവ് യു റെസ്റ്റ് എന്നാണ്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. അപ്പം റെസ്റ്റ് ക്രിസ്തേശു നൽകുന്നു. ആ റെസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി 6 ദിവസം കൂടെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കും. വർക്കാനി കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പഴയ നിയമത്തിൽ അങ്ങനെയല്ലായിരുന്നു. പഴയ നിയമത്തിൽ എന്താണ്, 6 ദിവസം അധ്വാനിക്കുക, 7-ാം ദിവസം റെസ്റ്റ് ചെയ്യുക. എന്നാൽ ക്രിസ്തേശു എന്ത് ചെയ്തു? യേശുക്രിസ്തു തന്നെ ശബത്തിൽ ചില വ്യക്തികളെ സൗഖ്യമാക്കി. മാത്രമല്ല യോഹന്നാൻ്റെ സുവിശേഷം 5:17-18 നമ്മൾ ചേർത്ത് വായിക്കുമ്പോഴത്തേക്കും യഹൂദന്മാർ ജീസസ് ക്രൈസ്റ്റിനെ കൊല്ലാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനോ തുനിഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ലെങ്കിൽ കല്ലെറിയാൻ തുനിഞ്ഞത് ആർത്തെ നമുക്ക് ചിന്തിക്കാം. മറ്റ് പല ഭാഗങ്ങളിൽ യേശുക്രിസ്തുവിനെ കല്ലെറിയാൻ നോക്കിയെന്ന് വായിക്കുന്നു. പിന്നീട് ബൈബിൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പോസ്തലന്മാരെയും കല്ലെറിയാൻ ശ്രമിച്ചു. മനസ്സിലാകുന്നു? അവിടെ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു ഒന്നൊന്ന് വായിക്കുന്നു. മനസ്സിലാകുന്നു? അപ്പം പല പീഡകളാലും അപ്പം ഇന്നും പല ആളുകളും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ ക്രിസ്തേശുവിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ യേശുക്രിസ്തു എന്താണ്, ദൈവത്തെ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ്, അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കൊല്ലാൻ ശ്രമിച്ചത്. മനസ്സിലാകുന്നു? യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം നമുക്ക് വായിക്കാം. അപ്പം നമുക്ക് വചനത്തിനൊരു ബേസ് വേണം. യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. നമുക്ക് പ്രാർത്ഥിച്ച് പറ്റുവാണെങ്കിൽ മീറ്റിംഗ് തുടങ്ങിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ആശീർവാദമൊക്കെ കഴിഞ്ഞിട്ട് പോയത്. അപ്പോൾ ഇവിടെ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം നമുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ 17 വായിക്കുമ്പോൾ യേശു പറയണം, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈസ് पर यीशु ने उसने कहा कि मेरा पिता अब तक काम करता है और मैं भी काम करता हूँ. बट जीसस आंसर्ड द माई फादर वर्कत हिदर टू एंड आई वर्क. इस कारण यहूदी और भी अधिक उसके मार डालने का प्रयत्न करने लगे कि वह न केवल शब्द के दिन की विधि को तोड़ता, परंतु परमेश्वर को अपना पिता कहकर अपने आपको परमेश्वर के തുല്യ ठहराता था. താഴോട്ട് വായിക്കുമ്പോൾ അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചുകൊണ്ട് മാത്രമല്ല ദൈവം സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിക്കൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു. അപ്പോൾ യഹൂദന്മാർ അവനെ ക്രിസ്തേശുവിനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചതെന്ന് എന്തുകൊണ്ടാണ്? ഇങ്ങനത്തെ ശ്രമങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ക്രൈസ്റ്റിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ഇന്നും അപ്പോസ്തലന്മാരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അപ്പോസ്തലന്മാരെ അന്ന് ഉപദ്രവിച്ചു, ഇന്നും ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ ഫോളോവേഴ്സിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. Therefore the Jews sought the more to kill him because he not only had broken the Sabbath but said also that God was his father, making himself equal with God, pulling down a strongholds. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്ന but said also that God was his father, making himself equal with God, pulling down a strongholds. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ക്രിസ്തേശുവിനെ അവിടെ അധികമായി അധികമായി കൊല്ലുവാൻ അധികമായി ശ്രമിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ താഴോട്ട് വായിക്കുന്നത്? അതേ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല. അപ്പോൾ ശബത്തിനെ ലംഘിച്ചതുണ്ടോ? യേശു ക്രിസ്തു എന്ത് ചെയ്തു? ഇതേ ക്രിസ്തേശു, പഴയ നിയമത്തിൽ അതേ ദൈവം തന്നെയാണല്ലോ ക്രിസ്തേശു. ഇതേ ക്രിസ്തേശു ശബത്തിനെ എന്ത് ചെയ്തു? ലംഘിച്ചതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. ഫോർ ബദൻ യു കാൾഡ്. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു സൗന്ദര്യക്കാരൻ നമ്മളുടെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് അറിഞ്ഞിരിക്കണം.
ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ബദൻ ഈ ഹാൻ കാണ്ടർലബൻ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 19-20 നമുക്ക് വായിക്കുമ്പോൾ न खतना कुछ है और न खतना रहित परंतु परमेश्वर की आज्ञाओं को मानना ही सब कुछ है, मानना ही सब कुछ है. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾസ്. പരിച്ഛേദന ഒന്നുമില്ല, അഗ്രചർമ്മം ഒന്നുമില്ല, ദൈവകൽപ്പന പ്രമാണിക്കുന്ന അത്ര കാര്യം. പരമേശ്വർ की आज्ञाओं को मानना की सब कुछ है. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾസ്. Circumcision is nothing and uncircumcision is nothing but the keeping of the commandments of God. എന്നാണ് വായിക്കുന്നത്. താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഹർ ഏക് ജൻ ജിസ് ദശ മേം ബുലായ ഗയാ ഹോ ഉസി മേം രഹേ. ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചുകൊള്ളട്ടെ. ലെറ്റ് എവരി മാൻ അബൈഡ് ഇൻ ദ സെയിം കാളിംഗ് വെയർ ഇൻ ഹി വാസ് കാൾഡ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പരിച്ഛേദന ഒന്നുമില്ല, അഗ്രചർമ്മം ഒന്നുമില്ല, ദൈവകൽപ്പന പ്രമാണിക്കുന്നത്ര കാര്യം. ഇനി ഗലാത്യർക്ക് എഴുതിയ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഗലാത്യർക്ക് എഴുതിയ പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 5-ന്റെ 1 തൊട്ട് സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുവെ സ്വതന്ത്രരാക്കി ആകയാൽ ഉറച്ച് അടിമത്തത്തിൽ പിന്നെയും കുടുങ്ങി പോരുത്. സ്റ്റാൻഡ് ഫാസ്റ്റ് ഓൺ ദി ലിബർട്ടി വേർ ദ ക്രൈസ്റ്റ് ഹാസ് മേഡ് us free ആൻഡ് ബി നോട്ട് entangled again with the yoke of bondage. നിങ്ങൾ പരിച്ഛേദനേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനമില്ലെന്ന് പൗലോസായി ഞാൻ നിങ്ങളോട് പറയുന്നു. ബിഹോൾഡ് ഐ പോൾ സേ unto you that if you be circumcised Christ shall profit you nothing. പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിപ്പാൻ കടമ്പട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. ഫോർ ഐ ടെസ്റ്റിഫൈ അഗെയിൻ ടു എവരി മാൻ ദാറ്റ് ഈസ് സർക്കംസൈസ്ഡ് ദാറ്റ് ഹീ ഈസ് എ ഡെപ്റ്റർ ടു ഡു ദ ഹോൾ ലോ. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ട് പോയി നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. താഴോട്ട് വായിക്കുന്നത് ക്രൈസ്റ്റ് ഈസ് ബിക്കം ഓഫ് നോ എഫക്റ്റ് അൺടു യു ഹൂസോയർ ഓഫ് യു ആർ ജസ്റ്റിഫൈഡ് ബൈ ദ ലോ യു ആർ ഫാളൻ ഫ്രം ഗ്രേസ്. താഴോട്ട് 5-ൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവർത്തി ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ഫോർ വി ത്രൂ ദ സ്പിരിറ്റ് വെയിറ്റ് ഫോർ ദ ഹോപ്പ് ഓഫ് റൈറ്റസ്നെസ് ബൈ ഫെയ്ത്ത്. ക്രിസ്തു യേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. ഫോർ ഇൻ ക്രൈസ്റ്റ് ജീസസ് നൈദർ സർക്കംസിഷൻ അവൈലത്ത് എനിത്തിങ് നോർ അൺസർക്കംസിഷൻ ബട്ട് ഫെയ്ത്ത് വിച്ച് വർക്കത്ത് ബൈ ലവ്. ഫോർ ബദൻ യു ഹാവ് കാർണൽ ലിബർട്ടി but faith which worketh by love. For brethren you have carnal liberty. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഫോർ ഇൻ ക്രൈസ്റ്റ് ജീസസ് നൈദർ സർക്കംസിഷൻ അവൈലത്ത് എനിത്തിങ് നോർ അൺസർക്കംസിഷൻ ബട്ട് ഫെയ്ത്ത് വിച്ച് വർക്കത്ത് ബൈ ലവ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്ര കാര്യം. ഇനി ഗലാത്യർക്ക് എഴുതിയ പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഗലാത്യർക്ക് എഴുതിയ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? താഴോട്ട് വായിക്കുന്നത് ജഡത്തിൽ നോക്കുവിന് എത്ര വലിയ അക്ഷരമായി അല്ലേ. അങ്ങനെ നമ്മൾ വായിച്ച് വരുമ്പോഴത്തേക്കും എന്താണ്, ഗലാത്യർക്ക് എഴുതിയ പുസ്തകം 6-ാം അധ്യായത്തിന് 15 വായിക്കുന്നത് ഇങ്ങനെയാണ്, പരിച്ഛേദനയല്ല, അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടി അത്ര കാര്യം. ഫോർ ഇൻ ക്രൈസ്റ്റ് ജീസസ് നൈദർ സർക്കംസിഷൻ അവൈലത്ത് എനിത്തിങ് നോർ അൺസർക്കംസിഷൻ ബട്ട് എ ന്യൂ ക്രിയേച്ചർ. മേളിലോട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 11 തൊട്ടൊക്കെ വായിക്കുമ്പോൾ നോക്കുവിന് എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. യു സി ഹൗ ലാർജ് എ ലെറ്റർ ഐ ഹാവ് റിട്ടൺ അൺടു യു വിത്ത് മൈ ഓൺ ഹാൻഡ്. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ആഗ്രഹിക്കുന്നവരൊക്കെയും ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. ആസ് മെനി ആസ് ഡിസയർ ടു മേക്ക് എ ഫെയർ ഷൂ ഇൻ ദ ഫ്ലഷ് ദേ കൺസ്ട്രെയിൻ യു ടു ബി സർക്കംസൈസ്ഡ് ഓൺലി ലെസ്റ്റ് ദേ ഷുഡ് സഫർ പെർസിക്യൂഷൻ ഫോർ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. പരിച്ഛേദനക്കാർ തന്നെ ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണം എന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ അവർ ആഗ്രഹിക്കുന്നതേ ഉള്ളൂ. ഫോർ നൈദർ ദേ ദംസെൽഫ് ഹു ആർ സർക്കംസൈസ്ഡ് കീപ്ഡ് ദ ലോ ബട്ട് ഡിസയർ ടു ഹാവ് യു സർക്കംസൈസ്ഡ് ദാറ്റ് ദേ മേ ഗ്ലോറി ഇൻ യുവർ ഫ്ലഷ്. 14 വായിക്കുന്ന, എനിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശില്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ബട്ട് ഗോഡ് ഫോർബിഡ് ദാറ്റ് I should glory save in the cross of our Lord Jesus Christ by whom the world is crucified unto me and I unto the world. Pulling down a strongholds. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് സെഞ്ചുറി. ക്രിസ്തേശു നമുക്ക് വേണ്ടി ക്രൂശിൽ എന്തൊക്കെയാണ് ചെയ്തത്, ക്രിസ്തേശു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രതിഫലമുണ്ട് എന്നുള്ള അർത്ഥത്തിലേക്ക് ബൈബിൾ ഉടനീളം പുതിയ നിയമം നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. ഈ പുതിയ നിയമത്തിൽ പറയാൻ പോകുന്ന അല്ലെങ്കിൽ പുതിയ നിയമത്തിലുള്ള ഈ സംഭവങ്ങളെ പ്രവചനം എന്നുള്ള അർത്ഥത്തിൽ ഒരു പ്രവചനപരമായിട്ട് എന്ത് ചെയ്യും പഴയ നിയമത്തിലും കാണിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണിക്കുമ്പോൾ
അതാണ് ശബത്ത് ആചരിക്കേണ്ട കാര്യമില്ല. നേരെ മറിച്ച് നമുക്കൊരു കൂട്ടായ്മ ആചരിക്കേണ്ട ഒരാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 2 3 പറയുന്ന നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. നമ്മൾ അതിനെയാണ് ഫോളോ ചെയ്യുന്നത്. പറ്റുന്നിടത്തോളം വിശ്വാസികൾ തമ്മിലൊരു കൂട്ടായ്മ, അതാണ് നമുക്ക് എപ്പോഴും ആവശ്യം. മനസ്സിലാവുന്നുണ്ടോ? ഫോർ ബദൻ യു ഹാവ് കാർഡർ ലിബർട്ടി. നേരത്തെ നമ്മൾ വായിച്ചപ്പോഴത്തേക്കും ക്രിസ്തു ശബത്തിനെ ലംഘിച്ചു എന്ന് വായിക്കും. ശബത്തിനെ ലംഘിച്ചുകൊണ്ട് മാത്രമല്ല, ദൈവത്തെ സ്വന്തം പിതാവെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദന്മാർ ക്രിസ്തയേശുവിനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു എന്ന് നമ്മൾ വായിക്കും. യോഹന്നാൻ 5:17-18 കൂടെ നമ്മൾ ചേർത്ത് വായിക്കും. എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കും. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവശനായി എന്നുള്ള അർത്ഥത്തിൽ വെളിപ്പാട് പുസ്തകം നമുക്ക് വായിക്കാൻ തക്കണം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന് 9-10 നമ്മൾ ചേർത്ത് വായിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പം പുള്ളിങ് ഡൗൺ സ്ട്രോങ്സ് ക്യാൻസർ നോട്ട് ഇമേജിനേഷൻ ആൻഡ് ബി നോട്ട് എൻഡിങ് അഗൈൻ ഇതൊക്കെ ഉണ്ടായി. ക്രിസ്തയേശുവിൻ്റെ കൃപയാൽ ഉയർപ്പിൻ ദിനം ഞായറാഴ്ച ആ ദിവസത്തെ നമ്മൾ ഒത്തുകൂടുന്നത് കുറച്ച് നല്ലതാണ്. മനസ്സിലാവുന്നു? ആ ദിവസമാണ് ക്രിസ്തയേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ളൊരു ഓർമ്മയോട് കൂടി നമ്മൾ ഒത്തുകൂടുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ജാഗരിക്കാം. കർത്താവേ, ക്രിസ്തയേശു നമ്മൾ അധികമായി സഹായിക്കട്ടെ. നമുക്ക് ക്രിസ്തയേശുവിൽ ആശ്രയിക്കാം. ക്രിസ്തയേശു നമ്മളെ സഹായിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ക്രിസ്തയേശുള്ള വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന ദുർഭരണാധികാരിയിൽ കൂടെ പലവിധമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അതിനെയൊക്കെ അതിജീവിക്കുന്നത് സാത്താന്യ ശക്തികൾക്ക് ചെയ്യുന്ന ക്രിസ്തയേശുവിൻ്റെ കൃപയുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ഇപ്പോൾ റീന അലക്സിനെ സംബന്ധിച്ചിടത്തോളം ജെറുസലേമിലെ പല കാഴ്ചകളും കാണിച്ചിരുന്നുണ്ട്. ഇസ്രായേൽ എങ്ങനെയൊക്കെയാണ് ജയിച്ചതെന്നും അതുപോലെ തന്നെ ജയിക്കുന്നതെന്നും ഹമാസ് എങ്ങനെയൊക്കെയാണ് അവരുടെ ആശയങ്ങൾ തകർന്നു വന്നതെന്നും ഹമാസിൻ്റെ ആയുധങ്ങളും അവരുടെ തന്ത്രങ്ങളും എങ്ങനെയാണ് തകരുന്നത്, സാത്താൻ്റെ തന്ത്രങ്ങൾ തകരുന്നതെന്നുള്ളത് കേൾക്കുന്ന സന്തോഷമുണ്ട്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ശബത്ത് ആചരിക്കേണ്ട ആവശ്യമില്ല. കാരണം ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ച വൃഥാവിലാവുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഗലാത്യർ 5 വായിക്കുന്നത്. അപ്പോൾ ക്രിസ്തയേശുവിൻ്റെ ക്രൂശിൽ ഉയർപ്പിൽ വിശ്വസിക്കുന്ന നമുക്ക് ശബത്ത് ആചരിക്കേണ്ട കാര്യമില്ല. അതുപോലെ പരിച്ഛേദനൊന്നും ആചരിക്കേണ്ട കാര്യമില്ല. ക്രിസ്തയേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കും. പ്രവൃത്തിയുടെ പുസ്തകം 15-ാം അധ്യായം നമ്മളെടുത്ത് വായിച്ചു വയ്ക്കും. യേശുക്രിസ്തുവിൻ്റെ കൃപയാലാണ് രക്ഷ പ്രാപിക്കുന്നത്. ജാതിയിൽ നിന്ന് തിരിഞ്ഞു വരുന്നവർ ആ 4 കാര്യം പറഞ്ഞ ശേഷം മറ്റൊന്നിലും ഭാരപ്പെടുത്തരുതെന്നുള്ള അർത്ഥത്തിലും അവിടെ പ്രവൃത്തിയുടെ പുസ്തകം 15-ലൊക്കെ നമുക്ക് വായിക്കാൻ മനസ്സിലാകും. 21 വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് ക്രിസ്തയേശുവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ക്രിസ്തയേശു നമ്മൾ അധികമായി സഹായിക്കട്ടെ. ക്രിസ്തയേശു നമ്മളെ സഹായിക്കുന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നേറാം. നമ്മളെ ക്രിസ്തയേശുവിൽ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ച വൻ കൃപയ്ക്കായി നന്ദി പറയുന്നു. ക്രിസ്തയേശു ഞങ്ങളെ രക്ഷിച്ച വൻ കൃപയ്ക്കായി നന്ദി പറയുന്നു. ക്രിസ്തയേശുവിൻ്റെ കൃപയാൽ പിതാവേ ഞങ്ങൾ അടുത്തു വരുന്നു. പിതാവേ, ക്രിസ്തയേശു ഞങ്ങൾ ഇത്രത്തോളം സഹായിച്ച വൻ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുവെ, ഞങ്ങളെ രക്ഷിച്ച് വിടിച്ച് സഹായിക്കണമേ. ഫോർ ബദൻ യു ഹാവ് കാൾഡ്. ക്രിസ്തയേശുവിൻ തിരുരക്തത്താൽ നാമത്താൽ ദൈവത്താൽ ദൈവത്തിൻ്റെ അണോന്യങ്ങളാൽ സൗജന്യമായി രക്ഷിച്ച് ശുദ്ധീകരിച്ച് നീതീകരിച്ച് നിർമ്മലിച്ച് സ്വതന്ത്രമാക്കിയ ഫോർ ബദൻ യു ഹാവ് കാൾഡ് സ്വതന്ത്രമാക്കുന്ന വൻ കൃപയ്ക്കായി നന്ദി പറയുന്നു. പുള്ളിങ് ഡൗൺ സ്ട്രോങ്സ് ക്യാൻസർ ഇമേജിനേഷൻസ് ക്രിസ്തയേശുവിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന യേശുവെ ഞങ്ങളെ സഹായിക്കണമേ, രക്ഷിക്കണമേ. ക്രിസ്തയേശു ഞങ്ങളെ രക്ഷിക്കുന്ന വൻ കൃപയ്ക്കായി എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ പുത്രനെ ജീസസിൻ്റെ രക്തം സകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പുള്ളിങ് ഡൗൺ സ്ട്രോങ്സ് ക്യാൻസർ ഇമേജിനേഷൻസ് സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമേ സ്വതന്ത്രമാക്കി ആകാലിൽ ഉറച്ചു നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോയത്. ഫോർ ബുധനി ഹോൻകളുടെ ലിവിംഗ് ഗോഡ് റിച്ചിലി ആൾട്ടിങ്സ് ദൈവത്തിൻ്റെ പുത്രനെ ജീസസിൻ്റെ രക്തം സകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ക്രിസ്തയേശു ഫോർ ബുധനി ഹോൻ കാർഡർ ലിബർട്ടി വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡിംഗ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. ക്രിസ്തയേശു ഞങ്ങളെ അധികമായി സഹായിച്ചു എന്നുള്ള വിശ്വാസത്തിൽ. അതുകൊണ്ട് സഹോദരന്മാരെ, ജീസസ് തൻ ദൈവം തിരശ്ശീൽ കൂടി നമുക്ക് പ്രവേശിച്ച ജീവനുള്ള പൊതുവഴിയെ തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാവിരോധം നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നിങ്ങൾ ഹൃദയങ്ങൾ തള്ളിക്കട്ടെ. ശുദ്ധമുള്ളത്താൽ ശരീരം ആശയോടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണേശ്വരൻ്റെ പരമാവധി അടുത്തേക്ക് പുള്ളിങ് ഡൗൺ ഓഫ് ദൈവം കൺഫ്യൂഷൻ്റെ ദൈവമല്ല വട്ടപ്പേസ്. ക്രിസ്തയേശു ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച വൻ കൃപയ്ക്കാൻ നന്ദി പറയുന്നു. ക്രിസ്തയേശു ഇത്രത്തോളം ഞങ്ങളെ രക്ഷിച്ച വൻ കൃപയ്ക്കാൻ നന്ദി പറയുന്നു. 2 3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. ക്രിസ്തയേശുവിൻ്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കും. ഞാൻ ലോകാവസാനത്തോളം ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ മത്തായി 28:20 ഐനിയോസ് എന്നുള്ള അർത്ഥത്തിൽ വായിക്കുന്നു. ക്രിസ്തയേശു ഞങ്ങൾ അധികമായി സഹായിക്കുന്ന വൻ കൃപയ്ക്കാൻ നന്ദി പറയുന്നു. അധ്വാനിക്കുന്നവരും ഭാര്യ നോക്കുന്നവരുള്ളവരും എല്ലാവരും എൻ്റെ അടുക്കൽ വരും. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാക്കൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പേൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം മൃദു, എൻ്റെ ചുമട് ലഘുവാകുന്നു. ഡു നോട്ട് സിയർ ആൾ ഡു നോട്ട് ഫിയർ. ക്രിസ്തയേശുവിൻ്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആൻഡ് ബി നോട്ട് എന്നെങ്കിലെങ്ങനെ നോക്കുന്നുണ്ട്. ക്രിസ്തയേശു നാമത്തിൽ ഫോർ ബദൻ ഹാൻ കാൾബട്ടെ. ക്രിസ്തയേശു നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച അപേക്ഷകൾ കൃപ കേൾക്കണം. സ്വർഗീയ ലഭ്യത ക്രിസ്തയേശു ഞങ്ങളെ സഹായിച്ചെന്നുള്ള വിശ്വാസത്തോടെ കടന്നു വരുന്ന പിതാവ് യേശുവെ സഹായിച്ചതിനെ നന്ദി പറയുന്നു. ക്രിസ്തയേശു ഞങ്ങളെ സഹായിച്ച അവൻ കൃപയ്ക്കാൻ നന്ദി പറയുന്നു. ശ്രീ പരമപിതാവിന് സ്തുതി പാടാം.
അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങൾ അഖിലവും നീക്കിടുന്നു. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തം രക്തം നമുക്കേകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. അമ്മയെപ്പോൽ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. അമ്മയെപ്പോൽ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാരപാനീയമേകിയവൻ, നിത്യമാം ജീവനെ നൽകിടുന്നു. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുമ്പിൽ ആദരവായി. ഹല്ലേലൂയ പാടാമോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. കൂടുകളെ കൂടെ കൂടിളക്കി, പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേൽ വഹിച്ചു നമ്മെ, നിലം പരിചായി നാം നശിച്ചിടാതെ. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. ക്രിസ്തേശു ഞങ്ങളെ ഇത്രയധികം സഹായിച്ചൊന്ന് വിശ്വസിച്ചുണ്ട്. പ്രാർത്ഥിക്കും. അപ്പോൾ ഇത്രയും ക്രിസ്തേശു നമ്മളെ സഹായിച്ചു എന്നുള്ള വിശ്വാസങ്ങൾ നമുക്കായിരിക്കാം. ക്രിസ്തേശു നമ്മൾ അധികമായി സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ വായിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും നമുക്ക് വായിക്കാം. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കഴിഞ്ഞ തവണ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ മത്തായി സുവിശേഷം അതൊക്കെ നമ്മൾ വായിച്ചു. അതുപോലെ നമുക്ക് ക്രിസ്തേശുവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കാം. ക്രിസ്തേശു നമ്മളെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5 തൊട്ട്, കാരണം 1 തൊട്ട് 5 വരെ നമ്മൾ വായിച്ചായിരുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 24-ാം തീയതി ആണെന്ന് തോന്നുന്നു. 10-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 24-ാം തീയതി വന്നല്ലോ. ഞാൻ ഇവിടെ 24-ാം തീയതി വന്നു. 17-ാം തീയതി മഴയായിട്ട് വന്നില്ല. 31 വന്നില്ല. पुल्लिंग डाउन स्ट्रॉन्गहोल्ड्स और परमेश्वर ने उजियाला को दिन और अथियारा को रात कहा तथा सांब हुई फिर भोर हुआ. इस प्रकार पहला दिन हो गया. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി വിശ്വസമായി 1-ാം ദിവസം. ആൻഡ് ഗോഡ് കാൾഡ് ദ ലൈറ്റ് ഡേ ആൻഡ് ദ डार्कनेस ही काल्ड नाइट एंड द इवनिंग एंड मॉर्निंग वेर द फर्स्ट डे. फिर परमेश्वर ने कहा जल के बीच एक ऐसा अंदर हो कि जल 2 भाग हो जाए. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാവട്ടെ, അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. ആൻഡ് ഗോഡ് സെഡ് ലെറ്റ് देयर बी ए फर्नामेंट इन द मिड्स ऑफ द वाटर्स एंड लेट इट डिवाइड द वाटर्स फ्रॉम द वाटर्स. तब परमेश्वर ने एक अंदर करके उसके नीचे के जल और उसके ऊपर के जल को अलग अलग किया और वैसा ही हो गया. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ആൻഡ് ഗോഡ് മേഡ് ദ ഫിർണമെൻറ്റ് ആൻഡ് ഡിവൈഡഡ് ദ വാട്ടേഴ്സ് വിച്ച് വെയർ അണ്ടർ ദ ഫിർണമെൻറ്റ് ഫ്രം ദ വാട്ടേഴ്സ് विच वेर अबव द फर्नामेंट एंड इट वाज सो. और परमेश्वर ने उस अंदर को आकाश कहा
തഥാ സാംഭുയി ഫിർ പോർ ഹുവ ഇസ് പ്രകാർ ദൂസര ദിൻ ഹോ ഗയ. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യ ഉഷസ്സമായി 2-ാം ദിവസം. ആൻഡ് ഗോഡ് കാൾഡ് ഫിർണമെന്റ് ഹെവൻ ആൻഡ് ഈവനിങ് ആൻഡ് മോർണിംഗ് വെർ ദ 2nd day. फिर परमेश्वर ने कहा आकाश के नीचे का जल एक स्थान में इकट्ठा हो जाए और सूखी भूमि दिखाई दे और वैसा ही हो गया. ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ആൻഡ് ഗോഡ് സെഡ് ലെറ്റ് ദ വാട്ടേഴ്സ് അണ്ടർ ദി ഹെവൻ ബി ഗ്യാതേർഡ് ടുഗദർ ഇൻടു വൺ പ്ലേസ് ആൻഡ് ലെറ്റ് द ड्राई लैंड अपीयर एंड इट वाज सो. और परमेश्वर ने सूखी भूमि को पृथ्वी कहा तथा जो जल इकट्ठा हुआ उसको उसने समुद्र कहा. और परमेश्वर ने देखा कि अच्छा है. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾസ് ഫോർ ബദൻ ഇഹോൻ കാൽപെട്ടി, വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രം എന്ന് പേരിട്ടു. നല്ലതെന്ന് ദൈവം കണ്ടു. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾസ്, ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രം എന്ന് പേരിട്ടു. നല്ലതെന്ന് ദൈവം കണ്ടു. ആൻഡ് ഗോഡ് കാൾഡ് ദ ഡ്രൈ ലാൻഡ് എർത്ത് ആൻഡ് ദ ഗ്യാദറിംഗ് ടുഗദർ ഓഫ് ദി വാട്ടേഴ്സ് കാൾഡ് ഈ സീസ് ആൻഡ് ഗോഡ് സാ ദാറ്റ് ഇറ്റ് വാസ് ഗുഡ്. ഇനി മത്തായി സുവിശേഷം നമുക്ക് 5-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന് 5 തൊട്ട് താഴോട്ട് വായിക്കാം. और सलमोन और राहाब से बोवस उत्पन्न हुआ और बोवस और रूत से ओबेद उत्पन्न हुआ और ओबेद से ഇസായി उत्पन्न हुआ. സൽമോൻ രഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിൽ ഓബദിനെ ജനിപ്പിച്ചു. ഓബദ് ഇസായി ജനിപ്പിച്ചു. ആൻഡ് സൽമോൻ ബിഗാട്ട് ബോസ് ഓഫ് രാഖാബ് ആൻഡ് ബോസ് ബിഗാട്ട് ഓബദ് ഓഫ് രൂത്ത് ആൻഡ് ഓബഡ് ബിഗാട്ട് ജസി. ഇത് നമ്മൾ 24-ാം തീയതി വായിച്ചിട്ടുണ്ട്. 1 തൊട്ട് 5 വരെ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഓർ ഇസായി സെ ദാവൂദ് രാജ ഉത്പന്ന ഹുവ. ഇസായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ഊര്യാവിൻ്റെ ഭാര്യയായിരുന്നവളിൽ ശലോമോനെ ജനിപ്പിച്ചു. ആൻഡ് ജസി ബിഗോട്ട് ഡേവിഡ് ദ കിങ് ആൻഡ് ഡേവിഡ് ദ കിങ് ബിഗാട്ട് സോളമൺ ഓഫർ ദാറ്റ് ഹാഡ് ബീൻ ദ വൈഫ് ഓഫ് ഊരിയാസ്. और दाऊद से सुलेमान उस स्त्री से उत्पन्न हुआ जो पहले उसिया की पत्नी थी. सलोमन रहब्यावे ജനിപ്പിച്ചു. രഹബ്യാം അബിയാവെ ജനിപ്പിച്ചു. അബിയാവ് ആസെ ജനിപ്പിച്ചു. ആൻഡ് സോളമൺ ബിഗാട്ട് രഹോബിയാം ആൻഡ് രഹോബിയാം ബിഗോട്ട് അബിയ ആൻഡ് അബിയ ബിഗോട്ട് ആസ. और सुलेमान से रहब्याम उत्पन्न हुआ और रहब्याम से अबिया उत्पन्न हुआ और अबियाम से आसा उत्पन्न हुआ और आसा से यहोशाफात उत्पन्न हुआ और यहोशाफात से योराम उत्पन्न हुआ और योराम से उसिया उत्पन्न हुआ. आसा യോശാഫാത്തിനെ ജനിപ്പിച്ചു. യോശാഫാത്ത് യോരാമിനെ ജനിപ്പിച്ചു. യോരാം ഉസിയാവെ ജനിപ്പിച്ചു. ആൻഡ് ആസ ബിഗാത്ത് യോശാഫാത്ത് ആൻഡ് യോസഫാത്ത് ബിഗാത്ത് യോരാം ആൻഡ് യോരാം ബിഗാത്ത് ഉസിയാസ്. और उसिया से योथाम उत्पन्न हुआ और योथाम से आहास उत्पन्न हुआ और आहास से इस्किया उत्पन्न हुआ. ഉസിയാവ് യോഥാമിനെ ജനിപ്പിച്ചു. യോഥാം ആഹാസിനെ ജനിപ്പിച്ചു. ആഹാസ് ഇസ്കിയാവെ ജനിപ്പിച്ചു. ആൻഡ് ഉസിയാസ് ബിഗോട്ട് യോഥാം ആൻഡ് യോഥാം ബിഗോട്ട് ആഹാസ് ആൻഡ് ആഹാസ് ബിഗോട്ട് എസക്യാസ്. Pulling down strongholds, casting down imaginations, forbidden Yohan Kalpati. Stand fast on the liberty of the crisis ministry. नामने अडिमतिल कुडिंग पर do not sit down here. और हिस्किया से मनसी उत्पन्न हुआ और मनसी से आमोन उत्पन्न हुआ और आमोन से योशिया उत्पन्न हुआ. हिस्किया मनसे जनिपिച്ചു. मनसे ആമോസിനെ ജനിപ്പിച്ചു. ആമോസ് യോസിയാവ് ജനിപ്പിച്ചു. ആൻഡ് ഇസക്യാസ് ബിഗോട്ട് മനസേസ് ആൻഡ് മനസേസ് ബിഗോട്ട് ആമോൻ ആൻഡ് ആമോൻ ബിഗോട്ട് ജോസിയാസ്. ഇവിടെ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന് 5 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ ക്രിസ്തയേശു നമ്മൾ ഇത്രയധികം സഹായിച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ കർത്താവായ ക്രിസ്തയേശു നമ്മളെ സഹായിച്ചു എന്നുള്ള വിശ്വാസത്താൽ നമുക്ക് എന്ത് ചെയ്യാം, മുന്നേറാൻ തക്കൊണ്ട് ഇടയിത്തീരും. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? സാത്താൻ എന്താണ്? ചതിക്കുന്നവനാണ് സാത്താൻ. അത് മുസ്ലിം മതമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 7 തൊട്ട് നമുക്ക് വായിക്കുമ്പോൾ അവിടെ എന്താണ്? പിന്നെ സ്വർഗ്ഗത്തിൽ യുദ്ധമുണ്ടായി മീഖാലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി തൻ്റെ ദൂതന്മാരെയും മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ലതാണ്. ആൻഡ് ദെയർ വാസ് വാർ ഇൻ ഹെവൻ. മീഖാൽ ആൻഡ് ഹിസ് ഏഞ്ചൽസ് ഫൗട്ട് അഗെയിൻസ്റ്റ് ദ ഡ്രാഗൺ ആൻഡ് ദ ഡ്രാഗൺ ഫൗട്ട് ആൻഡ് ഹിസ് ഏഞ്ചൽസ്. സ്വർഗ്ഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ആൻഡ് പ്രിവെയിൽഡ് നോട്ട് നൈദർ വാസ് ദെയർ പ്ലേസ് ഫൗണ്ട് എനിമോർ ഇൻ ഹെവൻ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും ഒന്ന് മഹാസർപ്പം പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടി തള്ളിക്കളഞ്ഞു. ആൻഡ് ദ ഗ്രേറ്റ് ഡ്രാഗൺ വാസ് കാസ്റ്റ് ഔട്ട് ദാറ്റ് ഓൾഡ് സർപ്പൻറ്റ് called the devil and Satan which deceiveth the whole world. He was cast out into the earth and his angels were cast out with him. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്നവനാണ് ആര്? പിശാചും സാത്താനും ആ സർപ്പമായ പഴയ പാമ്പ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇനി മുസ്ലിങ്ങളുടെ ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ 7-ാം സ്വർഗ്ഗത്തോളം അവരുടെ ദേവ അങ്ങ് മേളിലോട്ട് എടുത്തുനിന്നാണ് വായിക്കുന്നത്. യഥാർത്ഥത്തിൽ ക്രിസ്തു ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ രക്ഷ എങ്ങനെ വരുമായിരുന്നു? അപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ ഉയർപ്പിലാണ് രക്ഷ ഇരിക്കുന്നത്.
മനസ്സിലാവുന്നുണ്ടോ? ബൈബിൾ വായിക്കുന്ന ഇങ്ങനെയാണ്. 2 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 7-ാം വാക്യം തൊട്ട് നമുക്കൊന്ന് വായിക്കാം. യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകന് എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. തേർഡ് വായിക്കുമ്പോൾ, ഫോർ മെനി ഡിസീവേഴ്സ് ആർ എൻറ്റേർഡ് ഇൻ ടു ദ വേൾഡ് ഹു കൺഫസ് നോട്ട് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് കം ഇൻ ദ ഫ്ലഷ്. ദിസ് ഈസ് എ ഡിസീവർ ആൻഡ് ആൻ ആൻറ്റി ക്രൈസ്റ്റ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവൻ, യേശുക്രിസ്തു വചനം ജഡമായി തീർന്നു എന്ന് വിശ്വസിക്കാത്തവനൊക്കെ എന്താണ്? വഞ്ചകനും എതിർ ക്രിസ്തുവുമാണ്. ഇതോട്ട് ചേർന്ന് നമുക്ക് ചിന്തിക്കാം. ഇനി ബൈബിൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, 1 യോഹന്നാൻ 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? സാത്താൻ്റെ പല തന്ത്രങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുഞ്ഞുങ്ങളെ അതിൻ്റെ 18 വായിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മുസ്ലിം മതമായിട്ട് മാത്രമല്ല, കത്തോലിക്ക മതമായിട്ട് മാത്രമല്ല, ക്രിസ്തുവിന് എതിരായിട്ട് നിൽക്കുന്നു. അതായത് യേശു ക്രിസ്തു ജഡത്തിൽ വന്നെന്ന് വിശ്വസിക്കാത്തവരോ, ഉയർപ്പിൽ വിശ്വാസമില്ലാത്തവരാകാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? യേശു ക്രിസ്തുവിനല്ലാതെ ഇപ്പം എന്താണെന്നോ മേരി ആരാധിക്കുന്നവരും ആകാം. നിന്റെ ദൈവമായ ലോർഡിനെ മാത്രം ആരാധിച്ച് അദ്ദേഹത്തെ മാത്രം നമസ്കരിക്കാമെന്ന് എഴുതിയിരിക്കുന്നു. അപ്പം മേരി ആരാധിക്കുന്നവരാകാം, മേരിയോട് മധ്യസ്ഥ ചെയ്യുന്നവരാകാം, മറിയോട് മധ്യസ്ഥ ചെയ്യുന്നവരാകാം. അപ്പോൾ ഇതെല്ലാം ആൻറ്റി ക്രൈസ്റ്റുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് ദിവസം 17-ാം അധ്യായം എടുത്ത് നമ്മൾ വായിച്ചു നോക്കിയാൽ മതി. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഈ മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞിരിക്കുന്ന മഹാവേശ്യവും മുസ്ലിം മതമായിട്ടും കമ്മ്യൂണിസ്റ്റ് മതമായിട്ടൊക്കെ തമ്മിൽ നല്ല റിലേഷനുണ്ട്. പിണറായി വിജയനായിട്ടും ഇതിന് നല്ല കണക്ഷനുണ്ട്. സാത്താൻ ഈ ലോകത്തിൽ തൻ്റെ അധർമ്മം ഇപ്പം നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒന്നും പറ്റുന്നില്ല പിണറായി വിജയനിലെ കൂടെ. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മൾ അറിയാതിരിക്കരുത്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ അനേകം എതിർക്രസ്സുകൾ കുഞ്ഞുങ്ങളിത് അന്ത്യനാഴികയാകുന്നു. എതിർക്രസ് വരുന്നോ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രസ്സുകൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴിക ആകുന്നോ നമുക്കറിയാം. ലിറ്റിൽ ചിൽഡ്രൻ, ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ടൈം. ആൻഡ് ആസ് യു ഹാവ് ഹേർഡ് ദാറ്റ് ആൻറ്റി ക്രൈസ്റ്റ് ഷാൽ കം, ഈവൻ നൗ ആർ ദെയർ മെനി ആൻറ്റി ക്രൈസ്റ്റ്, വെയർ ബൈ വി നോ ദാറ്റ് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ടൈം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോട് കൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ലെന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. ദേ വെന്റ് ഔട്ട് ഫ്രം us, but they were not of us. For if they had been of us, they would no doubt have continued with us. But they went out that they might be made manifest that they were not they were not all of us, pulling down strongholds. ഇവിടെ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ, और तुम्हारा तो उस पवित्र से അഭിഷേക് ഹുവാ ഹെ ഓർ തും സബ് കുച്ച് ജാൻതേ ഹോ. നിങ്ങളോ പരിശുദ്ധനാൽ അനോയിന്റിങ് പ്രാപിച്ച സകലം അറിയുന്നു. ബട്ട് യു ഹാവ് എൻ അങ്ഷൻ ഫ്രം ദി ഹോളി വൺ ആൻഡ് യു നോ ഓൾ തിങ്സ്. നിങ്ങൾ സത്യം അറിയുക കൊണ്ടല്ല, നിങ്ങളത് അറിയുകയാലും ബോഷ്കുന്ന സത്യത്തിൽ നിന്ന് വരയുകയാലും മാത്രമേ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഐ ഹാവ് നോട്ട് റിട്ടൺ അൺ ടു യു ബിക്കോസ് യു നോ നോട്ട് ദ ട്രൂത്ത്, ബട്ട് ബിക്കോസ് യു നോ ഇറ്റ് ആൻഡ് ദാറ്റ് നോ ലൈ ഈസ് ഓഫ് ദി ട്രൂത്ത്. താഴോട്ട് വായിക്കുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ അടുത്ത ലക്ഷണം അതിൻ്റെ 22 വായിക്കുമ്പോൾ, യേശുവിനെ ക്രിസ്തുവെല്ലാം നിഷേധിക്കുന്നതല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും സണ്ണിനെയും നിഷേധിക്കുന്ന തന്നെ ഇനി എതിർ ക്രിസ്തു ആകുന്നു. ഫോർ ബദൻ യു ഹാവ് കാൾഡ് ലിബർട്ടി. പിതാവിനെയും സണ്ണിനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു ആകുന്നു. താഴോട്ട് വായിക്കുമ്പോൾ, ഹൂ ഈസ് എ ലയർ ബട്ട് ഹീ ദാറ്റ് ഡിനൈഡ് ദാറ്റ് ജീസസ് ഈസ് ദ ക്രൈസ്റ്റ്, ഹീ ഈസ് ആൻറ്റി ക്രൈസ്റ്റ് ദാറ്റ് ഡിനൈഡ് ദ ഫാദർ ആൻഡ് സൺ, പുള്ളിങ് ഡൗൺ ഓഫ് ഡു നോട്ട് തിയേറ്റർ. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, പുത്രനെ നിഷേധിക്കുന്നതിന് പിതാവുമില്ല, സണ്ണിനെ സ്വീകരിക്കുന്നതിന് ഫാദറുമുണ്ട്. Whosoever denieth the Son, the same hath not the Father. He that acknowledges Son hath the Father also. ഇവിടെ നിങ്ങൾ ആദ്യം മുതൽ കേട്ടാൽ നിങ്ങൾ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടാൽ നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ സണ്ണിലും ഫാദറിലും വസിക്കും. Let that therefore abide in you which you have heard from the beginning. If that which you have heard from the beginning shall remain in you, you also shall continue in the Son and in the Father. Pulling down of. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ആൻഡ് ദിസ് ഈസ് ദ പ്രോമിസ് ദാറ്റ് ഹീ ഹാത്ത് പ്രോമിസ്ഡ് us ഈവൻ എറ്റേണൽ ലൈഫ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതാണ് എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഇതാണ്, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ക്രിസ്തേശു നമ്മളെ ആ വരാൻ പോകുന്ന മഹാസർപ്പത്തിൽ നിന്നും എതിർ ക്രിസ്തുവിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്ന ക്രിസ്തേശു ആണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടായിരുന്നു. കൂടാതെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് 5 തൊട്ട് 10 വരെയും, അതായത് മത്തായി സുവിശേഷം, അതുപോലെ തന്നെ ഇസ്കെ അലാവ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന് 5 തൊട്ട് 10 വരെയും നമ്മൾ വായിക്കുവാൻ ശ്രമിക്കുവാൻ തക്കുന്ന ഇടയിൽ. അപ്പോൾ അതുപോലെ തന്നെ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ നേച്ചറിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ കത്തോലിക്ക സഭയെക്കുറിച്ച് നമ്മൾ ചെറിയ ഇൻട്രഡക്ഷൻ, റീന അലക്സുള്ള മറുപടി എന്നുള്ള അർത്ഥത്തിൽ ആദ്യവും കുറച്ച് കാര്യങ്ങൾ കേൾക്കുവാൻ തക്കുന്ന ഇടയിൽ. മനസ്സിലാകുന്നു?
ക്രിസ്തേശൻ നമ്മൾ അധികമായി സഹായിക്കട്ടെ. ഇനി നമുക്ക് ക്രിസ്തേശൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും ചില ഭാഗങ്ങൾ നമുക്ക് വായിച്ച് ക്രിസ്തേശൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. സങ്കീർത്തനം 117 നമുക്ക് വായിക്കുമ്പോൾ ഏറ്റവും ലെങ്ത് കുറഞ്ഞ സങ്കീർത്തനം എന്നുള്ളത് മനസ്സിലായില്ലേ? ഹേ ജാതി ജാതി കെ സബ് ലോകം യഹോവ കി സ്തുതി കരോ, ഹേ രാജ്യ രാജ്യ കെ സബ് ലോകോ ഉസ്കി പ്രശംസ കരോ. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളായുള്ളവരെ അദ്ദേഹത്തെ പുകഴ്ത്തുവിൻ. ഓ പ്രൈസ് ദ ലോർഡ് ആൾ യു നേഷൻസ്, പ്രൈസ് ഹിം ആൾ യു പീപ്പിൾ, ക്യോം കി उसकी करुणा हमारे ऊपर प्रबल हुई है और യഹോവ की സച്ചായി സദാ की है യാഹ की സ്തുതി കരോ. നമ്മോടുള്ള അദ്ദേഹത്തിൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസത എന്നേക്കുമുള്ളത്, യഹോവയെ സ്തുതിപ്പിൻ. ഫോർ ഹിസ് മേഴ്സിഫുൾ കൈൻഡ്നസ് ഈസ് ഗ്രേറ്റ് ടുവാർഡ്സ് us and the truth of the Lord endureth forever. Praise you the Lord. പുള്ളിങ് ക്രിസ്തേശു ആൻഡ് ബി നോട്ട് entangled again. വീഴാതൊണ്ണം നിങ്ങളെ സൂക്ഷിച്ചു. പുള്ളിങ് ഡൗൺ സ്ട്രോങ്സ് ക്യാൻസനോൺ. നമുക്ക് 117 സങ്കീർത്തനം, അതിൻ്റെ രണ്ട് വാക്യങ്ങളാണുള്ളത്. ഒന്നും രണ്ടും, അതായത് ഹിന്ദിയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും നമുക്ക് വായിക്കാൻ പറ്റുന്ന ഇടയത്തരം. ഇത് ഹിന്ദിയിലും ഇംഗ്ലീഷും കൂടെ വായിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാനാണെങ്കിൽ എപ്പോഴും മൊടോമുള്ള തന്നെ കാണണമെന്നില്ല, ചിലപ്പോൾ കേരളം വിട്ട് പുറത്തായിരിക്കും നമ്മൾ പോകണം. അപ്പോൾ ഹിന്ദി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ ഭാഷയാണ് അല്ലേ? ഹിന്ദി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ ഭാഷ. അപ്പോൾ യു പിയിലുള്ള ഒരു ആളിന്, അല്ലെ ബീഹാറിലുള്ള ഒരാളിന്, അല്ലെ രാജസ്ഥാനിലുള്ള ഒരാളിന്, ഇന്ത്യയിൽ 29 സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലേ, യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, അല്ലെങ്കിൽ പഞ്ചാബിലുള്ള ഒരാളിനെ നമുക്ക് കേൾപ്പിക്കണമെങ്കിൽ മലയാളം മാത്രം കേൾപ്പിച്ചാൽ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും കൂടെ ഉണ്ടെങ്കിൽ അവർ തന്നെ എന്ത് ചെയ്തോളും, അതും കേട്ട് മനസ്സിലായിക്കോളും. പ്രത്യേകിച്ച് ഒരു ട്രാൻസ്ലേറ്ററിനെ വയ്ക്കേണ്ട കാര്യം വരത്തില്ല. അപ്പോൾ അവരത് കേട്ടെന്ത് ചെയ്തോളും, അങ്ങ് മനസ്സിലായിക്കോളും. അപ്പോൾ അങ്ങനെയും കൂടെ കണ്ടുകൊണ്ടാണ്, സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും ഭാവിയും കൂടെ കണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർ ചെയ്യുന്നത്. സ്ഥലകാലത്തിൻ്റെ ഒരു ഭാവിയും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് പിരിയും. ഫോർ ബദൻ യോഹൻ കാൽവട്ടി. ഇനി നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് പറഞ്ഞു വരിക. ക്രിസ്തേശു നമ്മളെ അധികമായി സഹായിക്കട്ടെ. ആൻറ്റി പറഞ്ഞ ഈ വിഷയത്തെ ഓർത്ത് നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. ക്രിസ്തേശു നമ്മളെ സഹായിക്കട്ടെ. പുള്ളിങ് ഡൗൺ സ്ട്രോങ്സ്. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായിരിക്കുന്ന ഈ സമയത്തിനായി നന്ദി പറയുന്നു. ഫോർ ബദൻ യോഹൻ കാൽവട്ടി നല്ലൊരു കൂട്ടായ്മ നമുക്ക് നൽകിയതിന് നന്ദി പറഞ്ഞു. അദ്ദേഹത്തിൽ ആശ്രയിച്ചിട്ട്, ക്രിസ്തേശുവിൽ ആശ്രയിച്ചിട്ട് അവർ വൺ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്, അദ്ദേഹത്തിലുള്ള വിശ്വാസത്തിൽ നമുക്ക് ധൈര്യവും പ്രവേശനമുണ്ട്. ഞാൻ തന്നെ വഴിയും സത്യം ജീവനാവുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും ഫാദറിൻ്റെ അടുത്ത് എത്താൻ കഴിയത്തില്ല. ഫോർ ബദൻ യോഹൻ കാൽവട്ടി ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും ഫാദറിൻ്റെ അടുക്കൽ എത്താൻ കഴിയത്തില്ല. ഡു നോട്ട് ഫിയർ അറ്റ് ആൾ, ഡു നോട്ട് ഫിയർ. സ്റ്റാൻഡ് ഫാസ്റ്റ് ഓൺ ദി ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റ് മെഡസ്ഫ്രീ നാമിൻ്റെ അടിമത്തിൽ കുടുങ്ങിപ്പോരുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്താൻ കഴിയുകയില്ല. പുള്ളിങ് ഡൗൺ സ്ട്രോങ്സ്. ഇവിടെ ഞാനും ഉദ്ദേശിക്കുന്ന അവർ വൺ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. ഫോർ ബദൻ യോഹൻ കാൾഡ് ലിബർട്ടി അവർ വൺ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് ആകുന്നു. പുള്ളിങ് ഡൗൺ സ്ട്രോങ്സ്. വാർ എ ഗുഡ് വാർഫെയർ, ഹോളി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. മറ്റൊരുത്തലിൻ്റെ രക്ഷയിൽ നാം രക്ഷറാപ്പാൻ ആകാശിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. ഫോർ ബദൻ യോഹൻ കാൽവട്ടി എവറി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് ഒരു പെർഫെക്റ്റിവിറ്റി ഈസ് കമ്മിങ് ഫ്രം എബോവ് ദ ഫാദർ ഓഫ് ലൈറ്റ്സ്. ഫോർ ബദൻ യോഹൻ കാൽവട്ടി നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ വ്യാധികളെല്ലാം കർത്താവ് യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ ഏറ്റെടുത്തു. മരണത്തെ ഫോർ ബദൻ യോഹൻ കാൽവട്ടി ആൻഡ് ബി നോട്ട് എന്റെങ്കിൾ അഗൈൻ എന്ന് യോക്കമുണ്ടെയും. മരണത്തെ, നമുക്കുള്ള മഹാവരം നമ്മുടെ ബലഹീനതകൾ സാധാരണ കണ്ടുപോകാൻ കഴിയാത്തല്ല. പാപം ഒഴികെ സകലം നമുക്ക് ഇതിനെ പരീക്ഷിക്കപ്പെട്ടവനത്രയുള്ളത്. മരണത്തെ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, നമുക്ക് എല്ലാവർക്കും വേണ്ടി ക്രൂശിൽ മരിച്ചു. നമ്മുടെ ബലഹീനത എല്ലാം ഏറ്റെടുത്ത അവർ വൺ ലോർഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് മരണത്തെ ജയിച്ച് മൂന്നാം ദിനം ഉയർത്തെഴുന്നേറ്റവും നമുക്ക് പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ നൽകിയിരിക്കുന്നു. ഫോർ ബദൻ യോഹൻ കാൽവട്ടി. അതുകൊണ്ട് ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾ തിങ്സ് ഇൻ ജോ. വാർ എ ഗുഡ് വാർഫെയർ, ഹോളി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ട കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുവന്നിട്ട് ക്രൂശിന്മേൽ കയറി അദ്ദേഹത്തിൻ്റെ അടിപ്പിണറിൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ക്രിസ്തേശുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ബലഹീനത എല്ലാം ഏറ്റെടുത്ത കർത്താവെന്ന് വിശ്വാസമുണ്ട്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് വിശ്വാസമുണ്ട്. ഈ ആൻറ്റിയുടെ ബലഹീനത കൂടെ കർത്താവെ ക്രിസ്തേശുവിൻ്റെ മേൽ ഇട്ടുകൊള്ളുന്നു. വിത്ത് ഈ സ്ട്രൈപ്പ് വി ആർ ഹീൽഡ്, ഷീ ഈസ് ഹീൽഡ്. ക്രിസ്തേശുവിൻ്റെ അടിപ്പിണറാൽ ഈ ആൻറ്റി സൗഖ്യം വന്നിരിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് ഫോർ ബദൻ യോഹൻ കാൽവട്ടി ക്രിസ്തേശുവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ ആൻറ്റിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്നു. ആൻറ്റിയുടെ ആത്മാവിനും പ്രാണന ശരീരത്തെയും, ഈ അങ്കിളിൻ്റെ ആത്മാവിനെ, രമണി ആൻറ്റിക്ക് വേണ്ടി മാത്രമല്ല അങ്കിളുടെ ആത്മാവിനും പ്രാണന ശരീരത്തെയും കൂടെ ഫോർ ബദൻ യോഹൻ കാൽവട്ടി ക്രിസ്തേശുവിൻ്റെ
ഫോർ ബദൻ യു ഹാൻ കാണ്ടർ ലിബർട്ടി ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ്സ് എൻജോയ് ഫോർ ബദൻ യു ഹാൻ ബട്ടി ഫെയ്ഫുൾ ക്രിയേറ്റർ ക്രിസ്തേസിൻ്റെ കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിച്ചയച്ച് ഫോർ ബദൻ യു ഹാൻ കാൾബട്ടി റെസിസ്റ്റിംഗ് സ്റ്റെഡ് ഫാസ്റ്റ് ഇൻ ഫെയ്ത്ത് നിങ്ങളുടെ പ്രതിയോഗിയെ പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണ്ടും തിരഞ്ഞ് ചുറ്റിയടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സൗരവർഗത്തിന് ആ കഷ്ടപ്പാടിൽ തന്നെ പൂർത്തിയറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ള അവനോട് എതിർത്തേൽപ്പിൻ. എന്നാൽ അല്പകാലത്തെ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്നെ നിത്യദേശനെ വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലയത എന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തിയിരിക്കും ബലമെന്നേക്ക് അദ്ദേഹത്തിനുള്ള അവൻ ക്രിസ്തേശു നമ്മളെ സഹായിച്ചെന്ന് വിശ്വസിച്ചുണ്ട്. ഫോർ ബദൻ യു ഹാൻ കാൾഡർ ലിബർട്ടി ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് ക്രിസ്തേശു അത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ദൈവത്തോ ഫോർ ബദൻ യു ഹാൻ കാൾഡർ ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് ദൈവത്തോട് വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡിംഗ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ഓൺ ദി ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റ് മെഡസ്ട്രീ നാമിനെ അടിമത്തിൽ കുണിപ്പോരുന്നു. പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് ഫോർ ബദൻ മട്ടി ഫോർ ബദൻ യു ഹാൻ കാൾബട്ടി ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് സ്റ്റാൻഡ് ഫാസ്റ്റ് ഓൺ ദി ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റ് മെഡസ്ട്രീ നാമിനെ അടിമത്തിൽ കുണിപ്പോരുത്. ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് ദൈവത്തോട് ദൈവകൃപയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിച്ച് കൃപ നിൽക്കുന്ന സ്വർഗ്ഗീയ ലഭ്യത ക്രിസ്തേശു ഞങ്ങളെ സഹായിച്ചെന്നുള്ള വിശ്വാസത്തോടുകൂടി ഫോർ ബദൻ യു ഹാൻ ബട്ടി ക്രിസ്തേശൻ അടുക്കലേക്ക് കടന്നു വരുന്നു. ക്രിസ്തേശൻ ഞങ്ങളെ സഹായിച്ചതിന് നന്ദി പറയുന്നു. ഫോർ ബദൻ യു ഹാൻ കാൾഡർ ലിബർട്ടി കർത്താവേ ഇവിടെ പങ്കെടുത്ത് എല്ലാവരെയും അവിടുന്ന് സഹായിച്ച് രക്ഷിച്ച് അനുഗ്രഹിക്കണമേ. ഫോർ ബദൻ യു ഹാൻ കാൾബട്ടി വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡിംഗ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ക്രിസ്തേശു ഇത്രത്തോളം നമ്മളെ സഹായിച്ചതിനെ നന്ദി പറയുന്നു. ഇത്രത്തോളം കൂട്ടായ്മയെ രക്ഷിച്ചതിനെ നന്ദി പറയുന്നു. ഞങ്ങളെ രക്ഷിച്ചതിനെ നന്ദി പറയുന്നു. ക്രിസ്തേശു ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് രക്ഷിച്ചു പിടിച്ച സമാധാനം ഞങ്ങൾക്ക് തരുന്ന വൻ കൃപയ്ക്കാൻ നന്ദി പറയുന്നു. ഫോർ ബദൻ യു ഹാൻ കാൾഡർ ലിബർട്ടി ക്രിസ്തേശു അത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് ആശ്രീ ബീസ്യു ക്രിസ്തേശു അത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ദൈവത്തോടെ ദൈവകൃപയാൽ വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡിംഗ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് ഫോർ ബദൽ മട്ടി റെസിസ്റ്റിംഗ് ആശ്രീ ബീസ്യു റെസിസ്റ്റിംഗ് സ്റ്റെഡ് ഫാസ്റ്റ് ഇൻ ഫെയ്ത്ത് ഫോർ ബദൽ മട്ടി ക്രിസ്തേശു അത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ദൈവത്തോടെ ദൈവകൃപയാൽ അഭയ ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് സെഞ്ച് ഫോർ ബദൻ യു ഹാൻ കാൾഡർ ലിബർട്ടി വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡിംഗ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് സ്റ്റാൻഡ് ഫാസ്റ്റ് ഓൺ ദി ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റ് മേഡ് us free and be not entangled again ഇതൊക്കെ ദൈവ വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡിംഗ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് അധ്വാനിക്കുന്ന ഒരു ഭാരം ഞങ്ങൾക്ക് എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാക്കൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം പറഞ്ഞു എൻ്റെ ചുമട് ലഘുവുമാകുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയനെ മരണത്തിൻ്റെ അധികാരിയെ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവരുന്ന മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ചു. ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ് ദൈവത്തോട് ദൈവകൃപയാൽ അഭയന ചെയ്ത് അപേക്ഷകൾ കൃപ നീ കേൾക്കണം. സ്വർഗീയ പിതാവ് ഹെവൻലി ഫാദർ ക്രിസ്തേശു ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചവൻ കൃപയ്ക്കാൻ നന്ദി പറയുന്നു. വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡിംഗ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. നമുക്ക് ആശീർവാദം പറഞ്ഞു ക്രിസ്തേശുവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. ഫോർ ബദൻ യു ഹാൻ കാൾബട്ടി ആശീർവാദം. യൂദയുടെ ലേഖനത്തിൽ നമുക്ക് വായിക്കും. ആശീർവാദം പറഞ്ഞ് നമുക്ക് പിരിയാം. യൂദയുടെ ലേഖനം 1:24 തൊട്ട് നമുക്ക് വായിക്കാം. വീഴാതോടെ നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാത്തൊരു ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. നൗ unto him that is able to keep you from falling and to present you faultless before the presence of his glory with exceeding joy. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവ് ഏകദൈവത്തിന് അതിന് സർവ്വകാലത്തിനു മുമ്പ് ഇപ്പോഴും സദാകാലത്തോളം തേജസ്സമയമേ ബലാധികാരം ഉണ്ടാവട്ടെ. ക്രിസ്തേശു ഞങ്ങളെ രക്ഷിച്ചു പിടിച്ച് സഹായിച്ചു, രക്ഷിക്കുന്നു. ദ only wise God our Savior be glory and majesty, dominion and power both now and ever. For brethren you have carnal liberty, to the only wise God our Savior be glory and majesty, dominion and power both now and ever. Amen. Pulling down of ക്രിസ്തേശു ഞങ്ങളെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു എന്ന് മാത്രമല്ല രക്ഷിക്കുന്നു. ക്രിസ്തേശു നമ്മളെ രക്ഷിക്കാനുള്ള വിശ്വാസമാണ് നമുക്ക് മുന്നേറാം. നമുക്ക് സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും കണ്ടിന്യൂ ചെയ്യാം. ക്രിസ്തേശുവിൻ്റെ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ക്രിസ്തേശു നമ്മളെ സഹായിക്കുന്ന വിശ്വാസമാണ് നമുക്ക് മുന്നേറാം. നമുക്ക് എന്താണ് ഭാരമില്ലാതെ ജീവിക്കാം. നമുക്ക് ജീവിച്ച് കണ്ടിന്യൂ. നമുക്ക് ജീവിക്കാം കണ്ടിന്യൂ. അപ്പം ജയം നൽകിയ നമുക്ക് ക്രിസ്തേശു നമുക്ക് ജയം തന്നിട്ടുണ്ട്, സാൽവേഷൻ തന്നിട്ടുണ്ട്. ഫോർ ബദൻ യു ഹാൻ കാണ്ടർ ലിബർട്ടി, വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡിംഗ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്, ലിവിംഗ് ഗോഡ് ഇസ് റിച്ച്ലി ആൾട്ടിങ്സ് എൻജോയ്, സ്റ്റാൻഡ് ഫാസ്റ്റ് ഓൺ ദി ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റ് മെഡസ്ട്രീ നാമിനെ അടിമത്തിൽ കൊണ്ടുവന്നു. നമുക്ക് രക്ഷ നൽകിയ ക്രിസ്തേശുവിന് ഫോർ ബദൻ യു ഹാൻ കാൾബട്ടി, വാർ എ ഗുഡ് വാർഫെയർ ഹോൾഡിംഗ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്, ഫോർ ബദൻ യു ഹാൻ ബട്ടി. നമുക്ക് രക്ഷ നൽകിയ ക്രിസ്തേശു നന്ദി പറയാം. ഹല്ലേലൂയ രക്ഷ. ക്രിസ്തേശു ഇത്രത്തോളം നമ്മളെ സഹായിച്ച വിശ്വാസമാണ് മുന്നിൽ വീഴാതാണ് നിങ്ങളെ ആസ് ഫ്രീ ബി സി.